അമേരിക്കക്ക് അതിശക്തമായ മുന്നറിയിപ്പ് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുകയാണ്. ഇത് വെനിസലയല്ല. നിങ്ങളുടെ കാലങ്ങളായിട്ടുള്ള ആ ആക്രമണ നീക്കങ്ങളൊന്നും ഇറാനിൽ വിജയിക്കാൻ പോകുന്നില്ല. ചർച്ചയാണ് എങ്കിൽ ഇറാൻ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കുക, അല്ലെങ്കിൽ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങി യുദ്ധത്തിന് തയ്യാറാവുക എന്ന ശക്തമായ ഒരു വെല്ലുവിളിയാണ് ഇറാൻ നടത്തിയിരിക്കുന്നത്. ഇറാൻ ഇപ്പോൾ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചതായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഏത് കപ്പലുകളും അവിടെ നീക്കം നടത്താൻ ശ്രമിക്കുകയാണെങ്കിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകും. കഴിഞ്ഞ രാത്രി 2 കപ്പലുകൾ ആക്രമിക്കപ്പെട്ടിരിക്കുകയാണ്. മാത്രമല്ല ഇന്ന് പ്രഭാതത്തിൽ 2 കേന്ദ്രങ്ങൾ, അമേരിക്കയുടെ ബഹ്റൈനിലുള്ള 2 ബേസുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഒന്ന് അലി സാലിം, അതുപോലെ തന്നെ മറ്റൊന്ന് അഹമ്മദ് ജാബിർ. ഈ 2 കേന്ദ്രങ്ങളിലുമുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററുകൾക്ക് നേരെയാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അമേരിക്ക ഇറാനിൽ കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണം 48 ടോമഹാക്ക് മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത്. ടോമഹാക്ക് മിസൈൽ ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ ഇറാന്റെ എയർ സ്പേസ് അമേരിക്കക്ക് ഉപയോഗിക്കാൻ സാധിച്ചില്ല എന്നാണ് ഇതിനർത്ഥം. ദീർഘദൂര ക്രൂസ് മിസൈലാണ് ടോമഹാക്ക് എന്നറിയപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ ഇറാന്റെ ബോർഡറുകൾക്ക് വളരെ ദൂരെ നിന്നാണ് ഈ ആക്രമണം അമേരിക്ക നടത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇന്ന് ഇസ്രയേലിന്റെ ചാനൽ 12 വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, കഴിഞ്ഞ രാത്രി ഇറാന്റെ നാവികസേനയും അമേരിക്കൻ നാവികസേനയും ശക്തമായ ഏറ്റുമുട്ടലുകൾ ഉണ്ടായിരുന്നു. ആ ഏറ്റുമുട്ടലിൽ അമേരിക്കയുടെ പ്രധാനപ്പെട്ട ഒരു യുദ്ധക്കപ്പലിന് വലിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ്. ഇറാന്റെ സബ്മറൈനുകൾ, മുങ്ങിക്കപ്പലുകൾ അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ മിസൈൽ ആക്രമണം നടത്തുന്നതിന്റെ വീഡിയോ ഇറാൻ പുറത്തുവിട്ടിരുന്നു. യഥാർത്ഥത്തിൽ ട്രംപ് ഇറാന്റെ നാവികസേന 0 ആയിട്ടുണ്ട്, എല്ലാം തകർത്ത് തരിപ്പണമാക്കി എന്നായിരുന്നു പത്രക്കാരോടെല്ലാം പറഞ്ഞിരുന്നത്. പക്ഷേ ആ നാവികസേനയാണ് ഇപ്പോൾ അമേരിക്കയെ തുരത്തിയിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിൽ നിന്ന് പലതവണ തുരത്തിയിരിക്കുന്നത്. ഇന്ന് ആ കപ്പൽ, ആ വ്യൂഹത്തിന് നേരെ ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ശക്തമായ ഏറ്റുമുട്ടലിലേക്ക് തന്നെ കാര്യങ്ങൾ പോയിരിക്കുകയാണ്. അതോടൊപ്പം ഇന്നുണ്ടായിരിക്കുന്ന വലിയൊരു പ്രധാനപ്പെട്ട കാര്യം, അമേരിക്കയുടെ B-52H എന്നറിയപ്പെടുന്ന സ്ട്രാറ്റജിക് ബോംബർ ഇപ്പോൾ ഇറ്റലിയിൽ നിന്നും സൗദി അറേബ്യയുടെ എയർ സ്പേസിലേക്ക് കടന്നിട്ടുണ്ട് എന്ന വിവരമാണ്. ഇത് ആണവായുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള യുദ്ധവിമാനമാണ്. B-2 സ്പിരിറ്റിനേക്കാൾ ശക്തമാണ് B-52H എന്നറിയപ്പെടുന്ന യുദ്ധവിമാനം. ഈ യുദ്ധവിമാനം ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലേക്ക് എത്തുന്നു എന്ന വാർത്ത വരുന്നു. ട്രംപ് പറഞ്ഞിട്ടുണ്ട് ഇന്ന് അതിശക്തമായ ആക്രമണം ഇറാന് നേരെ ഉണ്ടാകുമെന്ന്. എന്നാൽ ഇറാൻ ഇപ്പോൾ വീണ്ടും തിരിച്ചടിച്ചിരിക്കുകയാണ്. അതേസമയം ഇറാനെതിരെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ ഇസ്രയേലും അമേരിക്കയും ഏകീകരിച്ചുകൊണ്ട് നടത്താനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നു. ഇന്ന് ടെഹ്റാന് മുകളിൽ ഇറാന്റെ യുദ്ധവിമാനങ്ങൾ വട്ടമിട്ട് പറക്കുന്നതിന്റെ വീഡിയോ വന്നിട്ടുണ്ട്. ഏതെങ്കിലും ഡ്രോണുകളോ അല്ലെങ്കിൽ യുദ്ധവിമാനങ്ങളോ എയർ സ്പേസിലേക്ക് കടന്നു വരുന്നത് നിരീക്ഷിക്കാനാണ് ഇത്തരം ഒരു നീക്കം നടത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു കരയുദ്ധത്തിന്റെ സാധ്യത കണക്കിലെടുത്തിട്ടാണോ എന്നറിയില്ല. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും സപ്പോർട്ടോടുകൂടെ ഒരു കരയുദ്ധത്തിനുള്ള സാധ്യത ഉണ്ടോ എന്ന് കണക്കിലെടുത്തത് കൊണ്ടായിരിക്കണം ഇറാൻ കുർദിസ്ഥാനിലുള്ള കുർദുകളുടെ ആസ്ഥാനങ്ങളിൽ അതിശക്തമായ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഈ ഒരു ആക്രമണത്തെ തകർക്കാനുള്ള ഒരു നീക്കമാണോ ഇറാൻ ഇപ്പോൾ നടത്തിയത് എന്നറിയില്ല. എന്നാൽ ഇറാന്റെ ചില ഭാഗങ്ങളിൽ ബന്ദർ അബ്ബാസിൽ 2 ഇടങ്ങളിലും അതുപോലെ തന്നെ കസ്വീൻ, കർഗ് ദ്വീപ് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇന്ന് സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇറാൻ പറയുന്നത് ഈ സ്ഫോടനങ്ങളുടെ കേന്ദ്രങ്ങൾ എവിടെയാണ് എന്ന് വ്യക്തമല്ല എന്നാണ്.